എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ 220/2025 472/2025 തസ്തികകളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷയാണ് ഇന്ന് നടന്നത്. 2 ബാച്ചായിട്ടാണ് അല്ലേ പരീക്ഷ നടന്നത്. ബാച്ച് 1 8:15 AM ടു 11 AM വരെയും, ബാച്ച് 2ന്റെ അകത്ത് 10:45 AM ടു 1:30 PM വരെയായിരുന്നു പരീക്ഷ. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് പ്രിലിമിനറി എക്സാം ആയതുകൊണ്ട് തന്നെ അതിന്റെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനം ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഫോണിൽ വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ നോളേജ്, ജനറൽ ഇംഗ്ലീഷ് 30 മാർക്കും, എലിമെന്ററി ബുക്ക് കീപ്പിംഗിന്റെ അകത്ത് 30 മാർക്കും, അരിത്തമെറ്റിക് മെൻസ്ട്രേഷന്റെ 40 മാർക്കുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 100 മാർക്കിന് ടോട്ടൽ 100 മാർക്കിന്റെ ആയിരുന്നു പരീക്ഷ. അപ്പോൾ ആ പരീക്ഷ ധാരാളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ് വിളിച്ചു, സാറേ പ്രിലിമിനറി എക്സാം ആയതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരും എന്നുള്ളതാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിലിമിനറി എക്സാം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷ സമർപ്പിച്ചിട്ടും അതിന്റെ ഷെഡ്യൂൾഡ് ട്രൈബിൽ, അതായത് 220/2025 264 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടി കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ 472/2025 ഈഴവ, തീയ, ബില്ലവ തസ്തികയിലേക്കുള്ള NCA നോട്ടിഫിക്കേഷനുള്ള പരീക്ഷയാണ്. അതിൻ്റെ അത് 2425 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അപ്പോൾ അതിന്റെ റാങ്ക് ഫയലൊക്കെ ഞാൻ തയ്യാറാക്കി നൽകിയിട്ടുണ്ടായിരുന്നു. ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ഫയൽ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ പരീക്ഷയ്ക്കൊക്കെ വാങ്ങി ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് വരാനൊക്കെയും അതുപോലെ തന്നെ ജോലി കിട്ടാനൊക്കെ സാധിച്ചു. അപ്പോൾ ഈ തസ്തികയെ സംബന്ധിച്ച് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 49,110,300 ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇതിന്റെ വേക്കൻസി 2 തസ്തിക, അതായത് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുടെ 2 കാറ്റഗറിയിലും ഓരോ വേക്കൻസി ആണുള്ളത്. അതായത് ഷെഡ്യൂൾഡ് ട്രൈബിലും ഈഴവ, തീയ, ബില്ലവയിലും ഓരോ വേക്കൻസി വിധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുമെന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതി ടോപ്പ് റാങ്കിൽ എത്തിയാൽ ജോലി കിട്ടാനുള്ള സാധ്യതകളെ ഒന്നും തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഈ ഓരോ ഉദ്യോഗാർത്ഥികളും പരീക്ഷയെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു കാര്യം പറഞ്ഞു. പലർക്കും അരിത്തമെറ്റിക് മെൻസ്ട്രേഷനെ സംബന്ധിച്ച് പലർക്കും 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിൽ നിന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ ചോദ്യങ്ങൾ വളരെയധികം വിഷമത്തിലാഴ്ത്തിയ ചോദ്യങ്ങളായിരുന്നു, നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു, വളരെ കടുപ്പമേറിയ ചോദ്യങ്ങളായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ജനറൽ നോളേജ്, ജനറൽ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത്ര പ്രശ്നമില്ലായിരുന്നു. എങ്കിൽ പോലും എലിമെന്ററി ബുക്കിംഗ് കീപ്പിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ചോദ്യങ്ങൾ കുറച്ചുകൂടി നിലവാരം ഉയർന്ന ചോദ്യങ്ങളായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പരീക്ഷയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. ചില കടുപ്പമേറിയ പരീക്ഷയായിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഇത് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഏകദേശം ഒരു 40 മാർക്ക് 45 മാർക്കിനിടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെയുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മെയിൽ പരീക്ഷയെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു. അപ്പോൾ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വളരെ എളുപ്പത്തിൽ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളതെല്ലാം തന്നെ പരീക്ഷകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താമസിക്കാതെ തന്നെ വേണ്ട കാര്യങ്ങൾ, നടപടികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഉടൻ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഈ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ ഉള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.